ലോകാരോഗ്യ സംഘടന പറയുന്നത് മോഡേൺ മെഡിസിന് വരെ ഇവയെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായേക്കുമെന്നാണ്. നമ്മളൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ വന്നിട്ട് ആന്റിബയോട്ടിക്കോ ആന്റി വൈറലോ മരുന്ന് കഴിച്ചിട്ടും ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാതെ നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് AMR ഇത് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ആരോഗ്യത്തെയും അതുപോലെ നമ്മുടെ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും എല്ലാം വളരെ മോശമായി ബാധിച്ചേക്കാം. AMRനെ കുറിച്ച് ഞാൻ വളരെ ലളിതമായി പറഞ്ഞുതരാം. സാധാരണയായി നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെ വൈറൽ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? ബാക്ടീരിയ ആണെങ്കിൽ ആന്റിബയോട്ടിക്കും അതുപോലെ വൈറസ് ആണെങ്കിൽ ആന്റി വൈറൽ മരുന്നും കഴിക്കാറാണ് പതിവ്. പക്ഷെ AMR എന്നാൽ നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയയും വൈറസും അതുപോലെ ഫംഗസും കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷന് നമ്മൾക്കിടയിലുള്ള മിക്ക മരുന്നുകൾ കൊണ്ടും മാറ്റാൻ കഴിയാത്ത അവസ്ഥയെയാണ്. ചുരുക്കി പറഞ്ഞാൽ മിക്ക മരുന്നുകൾ കൊണ്ടും രോഗം വരാനിടയായിട്ടുള്ള സൂക്ഷ്മ ജീവിയെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഐ ഹോപ്പ് ദിസ് വീഡിയോസ് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്.